ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്ന് ഒരു പഴയ സാരി വെച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള ഒരു പുതിയ മോഡൽ കുർത്തിയുടെ ഒരു സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിംഗ് ഒന്നും ഇതിൽ പറയണില്ല, കാരണം ഞാൻ ഇതിന് മുമ്പത്തെ കുർത്തീസിൻ്റെ വീഡിയോസിലൊക്കെ കട്ടിങ്ങൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലൈനിൽ സാധാരണയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് ചെയ്യാവുന്ന മോഡലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെക്കിൽ ചെറിയൊരു ട്രാൻസ്പെറൻസി കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലീറ്റഡ് ആയിട്ടുള്ള പോർഷനാണ് നമ്മുടെ സാരി കൊടുത്തേണ്ടത്. സ്ലീവും നമ്മൾ പ്ലീറ്റഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പഴയ സാരി എടുത്തിട്ടുണ്ട്, 5.5 മീറ്ററോളം വരും കേട്ടോ. അതിന് വേണ്ടി നെക്കിന് വേണ്ടിയിട്ട് ട്രാൻസ്പെറൻസി കൊടുക്കേണ്ട ഒരു 1/2 മീറ്റർ നെറ്റും പിന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ലൈനിൽ നമ്മുടെ ലൈനിങ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നെക്കും ഷോൾഡറും ആം ഹോൾ അലവൻസ് എല്ലാം നമ്മുടെ അളവനുസരിച്ച് ആദ്യമേ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ആ ഒരു പീസ് വെച്ചിട്ട് തന്നെ നമ്മൾ ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുക്കണം. ഇനി ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ മാർക്കിങ് കൊടുക്കുന്നത്. നെക്കിൽ ഞാനൊരു 5 ഇഞ്ചോളം ട്രാൻസ്പെറൻസി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു 5 ഇഞ്ചിൻ്റെ പോർഷൻ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം അത് അടിക്കാനുള്ള ഒരു സീം അലവൻസ് ഇട്ടിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ 3 ഇഞ്ച് വിട്ടിൽ നെക്ക് എൻ്റെ വിട്ടും അതുപോലെ ഒരു 3 ഇഞ്ചിൽ നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്തിട്ട് റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മൾ ഈ ഒരു പോർഷൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ശേഷം നമ്മളുടെ ഈ നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് 2 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ട്രാൻസ്പെറൻസി ഓവറായിട്ട് വരുന്നത് ഞാൻ നോക്കണില്ല കേട്ടോ. അപ്പോൾ 2 പീസായിട്ട് നെറ്റായിട്ട് നമ്മൾ വെക്കുമ്പോൾ അത് ട്രാൻസ്പെറൻറ്റ് ഓവറായിട്ട് നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ശേഷം ബാക്ക് പോർഷൻ വെച്ചിട്ട് ഞാൻ സാരിയിൽ ബാക്ക് പോർഷൻ ലൈനിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തേണ്ടത്. അപ്പോൾ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു, ബാക്ക് ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൈഡും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പ്ലീറ്റ് ഇടാനായിട്ട് സാരി മടക്കി വെച്ചിട്ട് എത്രയാണോ വേണ്ടത്, ഞാനൊരു 3 മീറ്ററോളം ഫ്രണ്ടിൽ പ്ലീറ്റ് ഇടാൻ എടുത്തിട്ടുണ്ട്. അതും പിന്നെ ഈ ട്രാൻസ്പെറൻസി നമ്മൾ വരുന്നുണ്ടല്ലോ, അത് 5 ഇഞ്ചാണ് ഞാൻ ഇട്ടേണത്. അതിനുശേഷം അടിയിലോട്ടുള്ള പോർഷൻ 40 ഇഞ്ച് എടുത്തു. അപ്പോൾ ടോട്ടൽ എൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 45 ഇഞ്ചാണ് കേട്ടോ. ഫുൾ ലെങ്ത് കട്ട് ചെയ്തതിന് ശേഷം ആ സാരിയുടെ തന്നെ ബാലൻസ് പീസ് ഉണ്ട്, അതൊരു 5 ഇഞ്ചോളം ഉണ്ട്. അതാണ് കേട്ടോ ഞാൻ സ്ലീവിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചാണ് 40 ഇഞ്ചിൻ്റെ സാരി പീസ് സാധാരണ നോർമൽ പ്ലീറ്റ് അടുപ്പിച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് മതി. ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മുകളിലും താഴെയും ഈ പ്ലീറ്റ് പിടിച്ചിട്ട് ഞാൻ ബോൾ പിന്ന് യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റീമർ കൊണ്ടൊന്ന് അയൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ സാധാരണ അയൺ ബോക്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശേഷം നമ്മൾ ഈ ഒരു 2 നെറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു ട്രാൻസ്പെറൻസിക്ക് വേണ്ടി, അത് ഒരുമിച്ച് അറ്റാച്ച് ചെയ്തതിന് ശേഷം നെക്ക് നമ്മളൊന്ന് തിരിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്ക് കഴിഞ്ഞിട്ടുണ്ട്, ആ ട്രാൻസ്പെറൻറ്റ് പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലീറ്റ് ഇട്ട് വെച്ചാണ് ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് ആ ലൈനിങ്ങോട് കൂടിയിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി തവണ നമ്മൾ ലൈൻ കട്ട് ചെയ്യണതും അത് സ്റ്റിച്ച് ചെയ്യണതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കുർത്തിയുടെ വീഡിയോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കണത് കേട്ടോ. അപ്പോൾ മുമ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും, ജസ്റ്റ് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അതിന് ശേഷം നമ്മൾ പ്ലീറ്റ് ഇട്ട ഭാഗം ലൈനിങ്ങോട് കൂടി ചേർത്ത് വെച്ചതിന് ശേഷം ആ ഒരു ട്രാൻസ്പെറൻസിയുടെ പോർഷൻ ഉണ്ടല്ലോ, അതും കൂടി നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്ക് പോർഷൻ ഇതുപോലെ തന്നെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, അതായത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു സീം എലമെൻറ്റ്സ് വിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ഇത് ഈ ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ തിരിച്ചു മറിച്ചടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മൾ ഷോൾഡർ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് 2 ഷോൾഡറും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് 2 അടിപ്പ് അടിച്ചിടുക. അതിന് ശേഷം നമ്മൾ സ്ലീവ് ഉണ്ടല്ലോ, അത് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത ആ പോർഷൻ്റെ അടിയിൽ സെൽവെഡ്ജ് ആണ് വരുന്നത്. അതായത് ആ ഒരു തേരുണ്ടല്ലോ, സാരിയുടെ തേര്, അത് വരുന്നതുകൊണ്ട് ഞാൻ മടക്കി അടിക്കണില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കണുള്ളൂ. അതുപോലെ തന്നെ പ്ലീറ്റ് ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് അയൺ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ, എങ്കിലാണ് നല്ല ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. ശേഷം ഈ പ്ലീറ്റ് ഇട്ട് വെച്ചാൽ പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ ആം ഹോളിൻ്റെ സാധാരണ സ്ലീവിന് നമ്മൾ കട്ട് ചെയ്യല്ലോ, അതുപോലെ ആം ഹോളിൻ്റെ ഭാഗം അടിഭാഗം വരുന്നോടത്ത് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം കേട്ടോ. ശേഷം നമ്മൾ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കുഴിച്ച് വെട്ടാതെ നമ്മൾ ഈ പ്ലീറ്റ് ഇട്ട പോർഷൻ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിഭാഗത്ത് നമ്മുടെ സ്ലീവ് നല്ല രീതിയിൽ ഇങ്ങനെ താഴ്ന്നു കിടക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുഴിച്ച് വെട്ടിയിട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇതുപോലെ തന്നെ മറ്റേ സ്ലീവ് നമ്മൾ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ സൈഡ് കൂട്ടിയടിക്കുകയാണ് ചെയ്യണത് കേട്ടോ. സൈഡ് കൂട്ടിയടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ സ്റ്റൊമക്കിൻ്റെ ആ ലൈൻ വരെ നമ്മൾ കൂട്ടി യോജിപ്പിച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ മെയിൻ മെറ്റീരിയൽ മാത്രം എടുത്തിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് മാത്രം എടുത്തിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് അടിഭാഗം മടക്കി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു കുർത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റാവുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഞാൻ കട്ടിങ് ഞാൻ കൂടുതൽ പറയാതിരുന്നത് ഇതിന് മുമ്പ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ. ഒത്തിരി തവണ ചെയ്ത് കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.